ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ഓണം തിരുവോണം ഡേ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് ഓണം ഇല്ലയെന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ സദ്യ കഴിക്കാണ്ട് എവിടെയും പോകാൻ പറ്റില്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ നേരിട്ട് സദ്യ കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്, ഓണസദ്യ കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. കല്യാണത്തിനൊക്കെ പോയി കഴിച്ച് ലേശം എന്തൊക്കെയോ ഓർമ്മകളുണ്ട് വല്ലപ്പോഴും നാട്ടിൽ വന്നപ്പോൾ. ബട്ട് ഇത്തവണ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഓണം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അപ്പോൾ ഓണം ഇല്ല, ബട്ട് ഓണസദ്യ. ട്രിവാൻഡ്രത്തെ സദ്യ ഭയങ്കര ഫേമസ് ആണ്. കാര്യം ബോളിയും പാൽപ്പായസവും കിട്ടും. എനിക്ക് തോന്നുന്നു നമ്മുടെ തമിഴ് ഫ്രണ്ട്സിന് ഒരുപാട് അറിയാത്ത ഒരു കാര്യമായിരിക്കും ഓണസദ്യ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയത്തുണ്ടാവില്ല. ഫുഡീസ് ആയിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഓണസദ്യ സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറാണ് പതിവ്. ഓക്കെ, അപ്പം ഇത്തവണ ഓണം ഇല്ലാത്തത് കാരണം നമ്മൾ എന്തായാലും വീട്ടിലുണ്ടാക്കില്ല. അപ്പം ഇനി ഇങ്ങനെ ഒരു അവസരം ഓണസദ്യ വാങ്ങി കഴിക്കാനായിട്ട് നമുക്ക് കിട്ടത്തില്ലല്ലോ മലയാളികൾക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓണസദ്യ ഓർഡർ ചെയ്തു. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. ആയിട്ടായിരുന്നു ഞാൻ ഓർഡർ കൊടുത്തത്. ഇന്നലെയാണ് ഞാൻ ആക്ച്വലി തപ്പാൻ തുടങ്ങിയത്. ഞാൻ നേരത്തെ ഡിസിഷൻ എടുത്തെങ്കിലും എനിക്ക് ഓർമ്മ പോയില്ല. ലൈക്ക് നേരത്തെ പ്രീ ഓർഡറൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളതെന്ന് എനിക്ക് ഓർമ്മ പോയില്ല. അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ നല്ല വിധനെ തപ്പി കണ്ടുപിടിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഓണമാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുളിക്കണം. കുളിച്ചിട്ട് നമുക്ക് റെഡി ആവണം. നമുക്ക് പുതിയ ഡ്രസ്സൊന്നുമില്ല, ബട്ട് നമ്മൾ എപ്പോഴും ഉള്ളതൊക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇന്ന് ഞാൻ കുറേ സംഭവങ്ങളൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ അവസാനം ഫൈനൽ ലുക്ക് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഓണം പറയൂ. ഹാപ്പി ഓണം. To find your dress. Where is your dress? Where is your dress? We have to get ready for Onam, no? Go find dress. Yes. Okay, let's go. Baby. എന്താ ഈ തലയിൽ വെച്ചിരിക്കുന്നത്? What is this? Smile. It's smile. Feather. ഇതാണ് ഓണം സ്റ്റൈല്. നല്ല ഓണം സ്റ്റൈല്. വവ്വാലിന്റെ മൂലുണ്ട് കേട്ടോ. ഇങ്ങനൊരു ഓണം ഫാഷൻ ആദ്യമായിട്ട്. റെഡി ആയില്ല, റെഡി ആവുമ്പോ വിളിക്കാം. ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം സദ്യ കഴിക്കണം അല്ലേ? സദ്യ കഴിക്കണോ വേണ്ടേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സദ്യ കഴിക്കണം. അപ്പോൾ നമുക്ക് സദ്യക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് കുറച്ച് എൻ്റെ ഓണസദ്യ വാങ്ങിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓണസദ്യ വാങ്ങിക്കാനായിട്ട് ഞാൻ ആക്ച്വലി ലാസ്റ്റ് മിനിറ്റാണ് ഇറങ്ങി തിരിച്ചത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഓണസദ്യ വാങ്ങിക്കഴിച്ചിട്ടില്ല. നമ്മളെപ്പോഴും വീട്ടിലാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഓക്കെ തലേ ദിവസം ഓർഡർ ചെയ്താൽ മതിയായിരിക്കും. ഞാൻ ശരിക്കും വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ മതി എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചെറിയ കടകളൊക്കെ സ്വിഗ്ഗിയിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് ഒത്തൻറ്റിക് ആയിട്ട് ബോളിയും പാൽപ്പായസമുള്ള സദ്യ കഴിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ തലേ ദിവസം അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. എല്ലാ ഓണസദ്യ കൊടുക്കുന്ന ആൾക്കാരും 19-ാം തീയതി, അതായത് മിനിഞ്ഞാന്ന് 1-ാം ഓണത്തിൻ്റെ അന്ന് ഓർഡറുകൾ ക്ലോസ് ചെയ്തു. എന്താല്ലേ, അങ്ങനെ ഞാൻ പെട്ടു. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് ഫുള്ള് ഞാൻ ഇത് തന്നെയായിരുന്നു. സെർച്ചിങ്. അവസാനം ഞാൻ കുറേ അടുത്ത് ഇങ്ങനെ കേട്ടു, കുറേ സ്ഥലത്ത് വിളിച്ച് ചോദിച്ചു. ഈവൻ 5 സ്റ്റാർ ഹോട്ടൽസിൽ വരെ വിളിച്ച് ചോദിച്ചു എന്നതാണ് സത്യം. അവരൊക്കെ എന്നെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയായിട്ടും ആരും വിളിച്ചില്ല. അങ്ങനെ ഒടുവിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോയിട്ട് അവിടെ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് കേറ്ററേഴ്സ് ഉണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ആരൊക്കെ ഓണസദ്യ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ടെന്നുള്ള ആ ത്രെഡിൽ പോയിട്ട് ഓരോ നമ്പറിലും ഞാൻ വിളിച്ചു നോക്കി. വിളിച്ച് എൻ്റെ മൊത്തത്തിൽ ഞാൻ ഔട്ടായി. അങ്ങനെ 19-ാം തീയതി ക്ലോസ് ചെയ്യുമെന്ന് പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവസാനം ഒരു റെസ്റ്റോറൻറ്റുകാർ എൻ്റെ ഓർഡർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് ഓർഡർ ബുക്കായിട്ടുണ്ട്. അങ്ങനെ എല്ലാം പേ ചെയ്തു. ഇനിയിപ്പോൾ അവർ എനിക്ക് തോന്നുന്നു ഡെലിവറി വരുന്ന സമയത്ത് വിളിക്കും. ഇപ്പോൾ ഒന്നും കൂടി അവരുടെ വാട്സാപ്പ് നമ്പറിൽ വിളിച്ച് ചോദിക്കണം എത്ര മണിക്കാണ് ഡെലിവറി എന്നുള്ളത്. അപ്പോൾ ഇനി കുറച്ച് നേരം ഫോട്ടോ എടുക്കും. അതുപോലെ തന്നെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള സദ്യ സോ ഹാപ്പി.
സമയം 1:30 അപ്പോൾ നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കാം. ഇങ്ങനെ ഒരു പാക്കേജിലാണ് വന്നിരിക്കുന്നത്. ഈ റിബണൊക്കെ കെട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. വാഴയില അവർ തന്നെ തരുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാട്ടോ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാമെന്ന് വിചാരിച്ചാണ്. ഇപ്പം മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഒരു പാക്കറ്റിന് വന്നിട്ട് 300 രൂപയാണ് കേട്ടോ. 300-350 അങ്ങനെ ഒരു ഇതാണ്. ഇതിൽ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഓരോന്നിലും പേര് ലേബൽ ചെയ്തിട്ടുണ്ട്. കൂട്ടുകറി എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലാവും. പായസം. ഞാൻ ഓർഡറിലൊന്നല്ല എടുക്കുന്നത്. ഏതൊക്കെ ഇത് നമ്മുടെ രസമാണ്. നമ്മുടെ ഇല. അപ്പോൾ ഇല നമ്മൾ തിരിച്ചിട്ടു. ബിക്കോസ് ഇങ്ങനെയാണ് വേണ്ടത്. ഇവിടെയാണ് നമ്മുടെ സംഭവങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങൾ വിളമ്പി തുടങ്ങാം. അയ്യോ, നമ്മൾ ഈ സാധനം വെക്കാൻ മറന്നുപോയി. ഇത് നമ്മുടെ പിന്നെ നമ്മുടെ കാലം വെക്കും, അതുപോലെ ഓലം വെച്ചു. എല്ലാത്തിനും സ്ഥലം വേണമെന്ന് പിശുക്കി വെക്കുന്നത്. അതുപോലെ നമ്മുടെ തോരൻ വെക്കാം സൈഡിൽ. അടുത്തതായിട്ട് എരിശ്ശേരിയാണ്. ഓക്കെ, അത്രയും. ഇവിടെ എരിശ്ശേരിയിൽ തോരൻ നേരിച്ച് അത് കാണുന്നല്ലേ സായിപ്പാരൊക്കെ ഇതായി പോകുമല്ലോ, കൺഫ്യൂഷൻ അടിച്ചു പോകുമല്ലോ. അവിയൽ ഉണ്ട്. ഇത്രയും ഞാൻ കഴിക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് യെസ്, ഞാൻ കഴിക്കും. അപ്പോൾ അവിയലുണ്ട്, എരിശ്ശേരിയുണ്ട്, നമ്മുടെ തോരനുണ്ട്, ബീട്രൂട്ട് പച്ചടിയുണ്ട്, വെള്ളരിക്ക പച്ചടിയുണ്ട്, ഇത് കാളനുണ്ട്, ഓലനുണ്ട്, നമ്മുടെ നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, ഇഞ്ചി. അപ്പോൾ ഇപ്പം നമ്മൾ ചോറിട്ടു. ഇതിലിത് നിറയെ ഇത്രയും ചോറുണ്ട് കേട്ടോ. ബട്ട് നമുക്ക് ഓരോന്നും ഓരോ സ്റ്റേജായിട്ടാണ് കഴിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇത്ര ചോറ് ഇട്ടിട്ടുള്ളൂ. നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് പരിപ്പ് ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പരിപ്പ് ഒഴിക്കാം. ഇവിടെ നെയ്യ് തന്നിട്ടുണ്ട്. ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല, ബട്ട് സ്റ്റിൽ അവർ നെയ്യ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കാം. ബിലീവ് മീ ഗൈസ്, ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫ്ലേവറാണ്. നമ്മുടെ പരിപ്പ് ചോറ്, പരിപ്പ്, നെയ്യ്, പപ്പടം, ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഓണസദ്യ. ഈ ചിപ്സൊക്കെ നല്ല ക്രിസ്പിയാണ് കേട്ടോ. എല്ലാ കറികളും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈവൻ തോരനൊക്കെ. അയ്യോ ഗൈസ്, ഞാനൊരു സാധനം വിട്ടുപോയി. ഞാനിപ്പോഴാണ് അത് ഉണ്ടെന്നുള്ളത് കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. പൈനാപ്പിൾ കറിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പൈനാപ്പിൾ കറി. ഇത് എൻ്റെ അമ്മ ഇടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. ഇച്ചിരി മധുരമുള്ള കറിയാണ്, ബട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ കഴിച്ചു നോക്കുക കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക. ദിസ് ഈസ് കോൾഡ് ഉപ്പേരി, വിച്ച് ഈസ് എ ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് ദി ബനാന ചിപ്സ്. ബനാന ചിപ്സ്, ഫ്രൈഡ് ബനാന ചിപ്സ് ഡിപ്ഡ് ഇൻ ഷുഗർ ജാഗറി. അതാണ് നമ്മുടെ ഉപ്പേരി എന്ന് പറയുന്നത്. ഇതിന് കേരളത്തിൽ പലയിടത്തും പല സംഭവമാണ് കേട്ടോ പറയുന്നത്. ഇതിനെ ചിലപ്പോൾ ചിലർ ചിപ്സ് എന്ന് പറയാറുണ്ട്, ഉപ്പേരി എന്ന് പറഞ്ഞാൽ ചിലർക്ക് തോരനാണ്. തിരുവനന്തപുരത്ത് നമ്മളിങ്ങനെയാണ് പറയുന്നത്. ഇത് ഉപ്പേരി എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ സ്റ്റെപ്പ് 1 ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞു. നമ്മുടെ സ്റ്റെപ്പ് 2ന് വേണ്ടിയിട്ട് ഞാനിവിടെ വീണ്ടും ചോറിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 2ലേക്ക് കിടക്കാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഈ മിടുക്കനാണ്, വിച്ച് ഈസ് സാമ്പാർ. എന്തൊക്കെ പറയുന്നത്, സാമ്പാറിനും ചോറും ഫ്ലേവർ ഒരു പ്രത്യേക കോമ്പിനേഷൻ ഫ്ലേവറാണ്. എല്ലാവർക്കും ഇഷ്ടമല്ല. എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണ് സ്റ്റെപ്പ് 2ൽ തന്നെ ഞാൻ തളർന്നു കഴിച്ചു. ബട്ട് നമുക്ക് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. സോ സ്റ്റെപ്പ് 3 ആണ് പുളിശ്ശേരി. പുളിശ്ശേരി പല വിധത്തിലുണ്ട് കേട്ടോ. പൈനാപ്പിൾ പുളിശ്ശേരി, പഴം പുളിശ്ശേരി, അങ്ങനെ പല 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 പുളിശ്ശേരികളുണ്ട്. ഇതെന്ത് പുളിശ്ശേരിയാണെന്ന് നമുക്ക് നോക്കാം. ഇത്
വന്നിട്ട് വെള്ളരിക്ക പുളിശ്ശേരിയോ അങ്ങനെ ഒന്നും ആണെന്ന് തോന്നുന്നു. പൈനാപ്പിൾ ഒന്നും ആയിട്ട് തോന്നുന്നില്ല ടേസ്റ്റ് കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 3 പുളിശ്ശേരിയിലേക്ക് കിടക്കാം. പുളിശ്ശേരിയുടെ റെസിപ്പി നിങ്ങൾക്ക് അറിയില്ല, ഞാൻ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എത്ര പേര് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് അറിയോ യൂട്യൂബിൽ? പുളിശ്ശേരിയാണ്. വെറുതെ പുളിശ്ശേരി കഴിച്ചു കൊടുത്താൽ ഇഷ്ടമുള്ള റെസിപ്പി. പുളിശ്ശേരി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. നമ്മൾ വീട്ടിൽ വെക്കുന്നതിൻ്റെ അത്ര പോലും ടേസ്റ്റ് ഇല്ല പുളിശ്ശേരിക്ക്. എന്തോ പൈനാപ്പിളൊന്നും ഇല്ല, പഴവും ഇല്ല അതിനകത്ത്. എന്ത് പുളിശ്ശേരിയാണോ എന്തോ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ നന്നായി. ഇല്ലെങ്കിൽ ഇതും കൂടെയൊക്കെ കഴിച്ച് എൻ്റെ വയറ് പൊട്ടിത്തെറിക്കും. ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സദ്യ കഴിക്കാനായിട്ട്, ഐ മീൻ പായസം കഴിക്കാനായിട്ട് ആക്രമപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഈസി മെത്തേഡാണ് ഇതിനെ അവിടെ നീക്കി വെക്കുക എന്നുള്ളത്. ഇത് കളയാനല്ല, ജസ്റ്റ് നമ്മളിതിനെ സൈഡാക്കുക എന്ന് പറയില്ലേ, തേച്ചു അത്ര അങ്ങനെ തേച്ചു വിടാം. ഇപ്പോൾ നമ്മളതിനെ സൈഡാക്കിയിട്ട് നമ്മുടെ സ്റ്റെപ്പ് 4 വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അഥവാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സദ്യയുടെ ഓരോ കമ്പോണൻറ്റിനും ഓരോരോ ഇതുണ്ട്, എന്താണ് ഗുണങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ ടാസ്കുകളുണ്ട്. ഇഞ്ചി വെക്കുന്നത് നമ്മുടെ വയറിന് നല്ലതാണ്. ഇത്രയും ഹെവി ഫുഡ് കഴിക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് ഡൈജഷൻ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മസാല എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ദാൽ, അതായത് പ്രോട്ടീൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ കംപ്ലീറ്റ് ഹോൾ മീൽ. പക്ഷേ ഈ കംപ്ലീറ്റ് ഹോൾ മീലിൽ ഏകദേശം 1800 കാലറീസ് വരെ വരാറുണ്ട് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ 1800 കാലറി, നമുക്ക് ഒരു ദിവസം എത്ര ആവശ്യമുള്ള 1200 മാക്സിമം 1800 കാലറി നമ്മൾ ഒരൊറ്റ മീലിൽ കഴിച്ച് തീർക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരൊറ്റ ഉറക്കമുണ്ട്. അതും കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ കാര്യത്തിലേക്ക് എത്തിയിട്ട് വരാം. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ സ്റ്റെപ്പ് 4ലേക്ക് കിടക്കാം, വിച്ച് ഈസ് പായസം. അതും ശർക്കര പായസം തന്നെ ആദ്യം കഴിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് അടപ്പായസമാണ് അവർ തന്നിരിക്കുന്നത്. കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു. സോ ശർക്കര പായസം കഴിക്കാനുള്ള കോംബോ എന്താണെന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ പഴം ഇങ്ങനെ അടപ്പായസത്തിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴച്ച് മറിച്ച് ഇങ്ങനെ തന്നെ കഴിക്കണം. സദ്യ കഴിച്ചിട്ട് ആസ്വദിക്കുന്ന എന്നെ ഞാൻ തന്നെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ച്. ആ പഴത്തിൻ്റെയും നമ്മുടെ അടയുടെ ആ ശർക്കരയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ജസ്റ്റ് എൻജോയ് ഇറ്റ് ആഫ്റ്റർ സോ ലോങ്. ഞാൻ ശരിക്കും തോന്നട്ടോ. പക്ഷേ ഇപ്പോൾ എത്രയായി? സ്റ്റെപ്പ് 6 ആയി, അത് 4 ആയി, 5 ആയി, എനിക്കൊരു ഓർമ്മയില്ല. എൻ്റെ ബോധമൊക്കെ പോകുന്നതുകൊണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ബോധം പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്ന ആ സ്റ്റെപ്പിലേക്ക് പോവുകയാണ് കുട്ടികളെ. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. തിരുവനന്തപുരത്ത് മാത്രമൊന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വേറെ സ്ഥലത്തൊന്നും സദ്യ കഴിച്ചിട്ടില്ല, വേറെ കാര്യം. പക്ഷേ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് തിരുവനന്തപുരത്തെ സദ്യയിലാണ് ഈ സാധനം നമുക്ക് കിട്ടുക. ഇത് കഴിക്കാനാണെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ ഞാൻ എന്തോരം അലഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ. ഒത്തിരി അലഞ്ഞു, കുറേ സ്ഥലത്തൊക്കെ അന്വേഷിച്ചു, ഒരിടത്ത് ഇത് കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ആ സാധനം എന്താണെന്ന് കണ്ടിട്ട് ബാക്കി. അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്, വിച്ച് ഇസ് കോൾഡ് ബോളി. சென்னையில் நீங்கள் வந்து போலி அப்படின்னு சொல்லுவாங்க, பட் போலி வேறு போலி வேறு. இதில் வந்து ஸ்டஃபிங் எதுவும் இருக்காது. திஸ் இஸ் லைக் പ്യൂർ പോളി. പോളിന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ നമുക്കൊരു സാധനമുണ്ട്, ഇതേപോലത്തെ സാധനമാണ്. കാണാൻ ഇതേപോലെ ഇരിക്കുന്ന ടേസ്റ്റ് ഒന്നുമല്ല. അതിൽ നമ്മുടെ പയറിൻ്റെയൊക്കെ സ്റ്റഫിങ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ദിസ് ഇസ് നോട്ട് ദാറ്റ് പോളി, ദിസ് ഇസ് ദ റിയൽ കിങ്. ഈ സ്റ്റെപ്പിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ബോളി കഴിക്കുന്നത്. നമുക്കിത് കഴിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരാളുടെ കൂടെ ആവശ്യമുണ്ട്, വിച്ച് ഇസ് സേമി. അതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്കാണ് കഴിക്കണം. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ദുചൂടൻ വീണ്ടും ബോളി കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ. ഐ ലെറ്റ് ഇറ്റ് സോക്ക്. അതിനുശേഷം
നമ്മുടെ ആഹാരവിഷനൊക്കെ വരുന്ന ഓപ്പോ ഫോണിൻ്റെ പരസ്യം, ഓപ്പോ ഫോണിന് പുതിയ ഓപ്പോ ഫോണുണ്ടല്ലോ, ആ ഫോണുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരായിരുന്നു. അപ്പോൾ ബോളിയും കാണാം, ബോളി കഴിക്കുന്ന ആളെയും കാണാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലിപ്പോൾ അങ്ങനത്തെ ഒരു ഇതില്ല, സ്പെഷ്യാലിറ്റി ഇല്ല, നമ്മുടെ സാധാരണ ഐഫോണാണ്. സോ ഒന്നും പറയാനില്ല എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞാൻ അതിലിങ്ങനെ ആനന്ദത്തിൽ ആർത്തില്ലാടി നടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. മൈ ഡിയർ ചെന്നൈ ഗൈസ്, நீங்கள் இது வரைக்கும் சாப்பிடலைன்னா யூஆர் வேஸ்டிங் யுவர் டைம் ஆன் எர்த். இப்போ சாப்பிடுங்க, கேரளாவுக்கு வாங்கோ, ബോളി സാപ്പിടുമ്പോൾ വിത്ത് സേമിയ പായസം. നമ്മൾ കേരള ഫ്രണ്ട്സ് വിചാരിക്കുന്നെങ്കിൽ കൊച്ചിന് എന്തെങ്കിലും കേടാണ്. ബട്ട് സീരിയസ്ലി എൻ്റെ തമിഴ് ഫ്രണ്ട്സൊന്നും അറിയില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. സദ്യ എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ അറിയാം, നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും, അല്ലാത്തവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുണ്ട് ഈ വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ്. കഴിഞ്ഞ വർഷം വരെ എന്നെപ്പോലെ ബോളി കഴിക്കാൻ പറ്റാതെ പ്രവാസ സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് പ്രവാസ രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് എൻ്റെ ഒരു വലിയ ആമേൻ. ഐ ആം ദ സോറി ഗൈസ്, ഐ ആം ദ സോറി. അമ്മേ, എനിക്ക് സന്തോഷമായി, എനിക്ക് സമാധാനം. ഇനി അടുത്ത വർഷം അല്ലെങ്കിൽ ആരുടെയും കല്യാണത്തിന് മുമ്പേ ബോളിയും പാൽപ്പായസം കഴിക്കാൻ പറ്റും എന്ന് ആലോചിക്കുമ്പോൾ വേറെ വീട്ടിലുണ്ടെങ്കിൽ കഴിക്കാം, ഇവിടെയൊക്കെ കിട്ടും കേട്ടോ സ്ഥിരമായിട്ട്. എന്നാലും ഒരു സങ്കടം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. രസം എന്നാന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഈവൻ ചെന്നൈയിലെ രസമൊക്കെ ഉണ്ട്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രസമുണ്ട്. അവർ വെറുതെ രസം കുടിക്കുന്ന ആൾക്കാരാണ്. ചെന്നൈയുടെ ഫുഡ് കുറേയും കൂടി നമ്മുടെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആണ്. അവർ പനിയൊക്കെ വരുമ്പോൾ സ്ഥിരം ഇട്ട് കുടിക്കുന്ന ഒരു സാധനം രസം എന്നാണ്. രസത്തിനെ പറ്റി അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സോ ഞാനിതങ്ങ് കുടിക്കട്ടെ. നല്ല എരിവുണ്ട്, ബട്ട് രസം പോലെ തന്നെ ഉണ്ട്, അതുകൊണ്ട് നല്ല രസമുണ്ട്. ഞാൻ സദ്യ കഴിച്ച് ഏകദേശം പണ്ടാറടങ്ങാറായിട്ടുണ്ട്. സോ പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയിട്ട് വരും. സദ്യ ഞാൻ രസം കുടിക്കുന്നത് എന്തിനാണെന്നറിയോ? അതായത് ഡൈജഷൻ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്രയും മധുരം ഇതെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ രസത്തിൽ നമ്മുടെ വെളുത്തുള്ളി ഇത് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നല്ല ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് രസം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു പാർട്ടിയുണ്ട്, അത് ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ എരിവ് കുടിച്ചല്ലോ, അപ്പോൾ എരിവ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ദാഹിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ മിൽക്കാണ്. അപ്പോൾ ഓണസദ്യ കഴിച്ചിട്ട് ഫുൾ മത്തായിട്ടിരിക്കുന്ന എണ്ണയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത 5 മിനിറ്റിൽ കൈ കഴുകിയില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങും. അതുകൊണ്ട് ഞാൻ പോയി കിടന്നുറങ്ങാൻ പോകും. അപ്പോൾ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണാഘോഷം. നമ്മുടെ ഓണാഘോഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ഓണത്തിന് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടാകുന്നത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഓണത്തിന് വീണ്ടും ഓണ വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെയും